ഹായ് എല്ലാവർക്കും സമ്മാനമായിട്ട് ക്രിസ്മസിന്റെ സാന്റാക്ലോസ് കേക്കുമായിട്ട് വന്നിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വക ക്രിസ്മസിന്റെ സമ്മാനം വന്നിട്ട് വേറെ ഇതല്ല ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് വേറെ ഇതല്ല, പൈ ഡയഗ്രത്തിനെ കുറിച്ചാണ്. ഏതിനെ കുറിച്ചാണ്? പൈ ഡയഗ്രം അല്ലെ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫോർത്ത് ചാപ്റ്റർ ഉണ്ട് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അഥവാ ഈ പറയുന്ന ഡാറ്റയുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നതാണ് ഈ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ പഠിക്കുന്ന കോൺസെപ്റ്റാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന പൈ ഡയഗ്രം അല്ലെ. അപ്പോൾ പൈ ഡയഗ്രത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എന്താണ് ഇതിന്റെ ട്രിക്ക്, അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ഡാറ്റ തന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എന്നും അതുപോലെ എമൗണ്ട് സ്പെൻഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഐറ്റംസ് ഏതൊക്കെയാ? ഫുഡ് തന്നിട്ടുണ്ട്, ഹെൽത്ത് തന്നിട്ടുണ്ട്, ക്ലോത്തിങ് തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, സേവിങ്സ് തന്നിട്ടുണ്ട്. മൊത്തം 5 ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളോട് പൈ ഡയഗ്രം തയ്യാറാക്കാൻ പറയാം. അപ്പോൾ സാധാരണ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുക്കുക, നീളത്തിൽ കൊടുക്കാൻ കാരണം എന്താ പറയുക, വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നേരെ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് പോകും. ആ സ്പേസ് ഒഴിവാക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനെ നമുക്ക് പറ്റുന്ന രീതി, നമുക്ക് മനസ്സിലാകുന്ന രീതി മാറ്റിയതെന്നുള്ളതാണ്. ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ നമുക്ക് വേണമെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്നോ അല്ലെങ്കിൽ ഐറ്റംസ് എന്നോ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ തൽക്കാലം ഐറ്റംസ് എന്ന് കൊടുക്കാം കേട്ടോ. ഐറ്റംസ് എന്ന് കൊടുക്കുന്നു. അതേപോലെ തൊട്ടപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എമൗണ്ട്. ഓക്കെ, എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഞാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതൊരു ബോക്സ് ആക്കി വരക്കാൻ പോവാം. വേറെ ഒന്നുമല്ല, ഇവിടെ എന്തൊക്കെ എഴുതുന്നത്, ഫുഡ് എഴുതണം. ഫുഡിന് എത്ര രൂപ ചിലവാക്കുന്നത്? 3750 രൂപ ചിലവാക്കുന്നു. അതുപോലെ ഹെൽത്തിന് എത്ര രൂപ അദ്ദേഹം ചിലവാക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി ചിലവാക്കുന്ന പണമാണ് 1875 രൂപ ചിലവാക്കുന്നത്. ഓക്കെ, അതേപോലെ ക്ലോത്തിങ്. ഓക്കെ, ക്ലോത്തിങ്ങിന് അഥവാ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിന് അദ്ദേഹം ചിലവാക്കുന്ന എത്രയാണ്? അതും 1875 രൂപയാണ്. സെയിം എമൗണ്ട് ആണ് അല്ലെ. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷന് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വേറെ എത്രയല്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, 1200 രൂപയാണ് ചെലവാക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒന്നുകൂടി ഉണ്ട്. ഏതാണത്? വേറെ ഏതുമല്ല, സേവിങ്സ്. അദ്ദേഹത്തിന്റെ സേവിങ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7500 രൂപ അദ്ദേഹം സേവും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ആക്കി മാറ്റാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ എഴുതിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതാം. വേറെ ഏതുമല്ല, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടേ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഏതുമല്ല, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇതിനെന്താണ്, നമ്മൾ ടേബിൾ ആക്കുക. ഓക്കെ, ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, നമ്മൾ ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് കൺവീനിയന്റ് ആയ രീതി മാറ്റുക. ഇനി സ്റ്റെപ്പ് 2 ഉണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡ്. ഓക്കെ, കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് പറയാം. കാൽക്കുലേറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ്. ആൻഡ് തേർഡ് വൺ, ഓക്കെ, ആ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പെർസെൻറ്റേജ് എങ്ങനെ കാണുന്നില്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കിക്കോളൂ, പെർസെൻറ്റേജ് കാണാനുള്ള മെത്തേഡാണ് പെർസെൻറ്റേജ് ഇസിക്കൽ ടു നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ഓക്കെ, ഒബ്സർവേഷൻ നമ്മൾ കാണുന്നത് എത്രയാണോ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്സർവേഷൻ നമ്മൾ എഴുതുന്നു. എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പെർസെൻറ്റേജ് കിട്ടും അല്ലെ. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 3 എന്താണ്? ഫൈൻഡ്. ഓക്കെ, സ്റ്റെപ്പ് 3 ആയിട്ടാണ് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കൂടെ? കാൽക്കുലേറ്റ് ആംഗിൾസ്. ഓക്കെ, ആംഗിൾസ് പറഞ്ഞാൽ കോണുകൾ എത്രയൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിലേറെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ പഠിക്കാം. അപ്പോൾ എങ്ങനെയാണത്? ആംഗിളിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പെർസെൻറ്റേജ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഇൻറ്റു 3.6. ഓക്കെ, പെർസെൻറ്റേജ് ഇൻറ്റു 3.6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആംഗിൾസ് കൃത്യമായിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരുപാട് സ്റ്റെപ്പിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല, ഇത്രേ ചെയ്യേണ്ടുള്ളൂ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ. ഓക്കെ, ഡ്രോ എ സർക്കിൾ. ഓക്കെ, ഡ്രോ എ സർക്കിൾ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ഇത്രയും ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അങ്ങോട്ട് മാറ്റി തരാം. അപ്പോൾ നമുക്ക് വേണ്ട എക്സ്പെൻഡിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി തരുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകട്ടോ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ് സംഭവം എന്ന് പറഞ്ഞത്. എന്താണ്? ഐറ്റംസ് എന്ന് ഇവിടെ കൊടുക്കുന്നു. ഐറ്റംസ്, അതേപോലെ അതിനുണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ, ഐറ്റംസും അതേപോലെ അതിനുണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ കൊടുക്കുന്നത്. ഓരോന്നിനുണ്ടായ ചിലവുകൾ കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് വന്നത് ഫുഡാണ്. ഫുഡിന് എത്ര രൂപയാണ് അദ്ദേഹം ചിലവാക്കിയത്? 3750 എന്ന് കിട്ടി. ഇനി അടുത്ത അദ്ദേഹത്തിന് ക്ലോത്ത് ആയിരുന്നു അല്ലേ.
ക്ലോത്ത്സിന് വേണ്ടി അദ്ദേഹം എത്ര ചിലവാക്കിയിട്ടുണ്ട്? ക്ലോത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് 1875 1875. പിന്നെ അദ്ദേഹത്തിന്റെ ഹെൽത്തിന് വേണ്ടി അദ്ദേഹം ചെലവാക്കിയതും ഇതേ എമൗണ്ട് 1875. ഇനി അദ്ദേഹം എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കിയത് എമൗണ്ട് എന്ന് പറയുന്നത് 1200 രൂപയായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ സേവിങ്സ് എന്ന് പറയുന്നത് 7500 രൂപയായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ് ഇതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര എമൗണ്ട് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കാണാൻ പോകട്ടോ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 3750 പ്ലസ് 1875 പ്ലസ് 1875 പ്ലസ് ഒരു വട്ടം കൂടി നമ്മൾ കൂട്ടണം 1200 പ്ലസ് 7500 രൂപ, മൊത്തം 16200 രൂപ നമുക്ക് കിട്ടും. 16200 രൂപ ഒരാൾ ചെലവാക്കുന്ന എമൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി പെർസെൻറ്റേജ് കാണാൻ എന്താ കാണേണ്ടത്? നമ്മൾ പെർസെൻറ്റേജ് കാണണ്ടല്ലേ. അപ്പൊ പെർസെൻറ്റേജ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പൊ 3750 ഡിവൈഡഡ് ബൈ 16200 ചെയ്താൽ നമുക്ക് ഓരോന്നിൻ്റെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ 3750 ഡിവൈഡ് ബൈ 16200 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? 23 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 23.14. ഓക്കെ, 23.14% എന്ന് കിട്ടുന്നു. അങ്ങനെ ഓരോന്നിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ അടുത്തത് 1875 ഡിവൈഡ് ബൈ 16200 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ എത്ര വരുന്നത്? 11. നമ്മുടെ വാല്യൂസ് ജസ്റ്റ് നമുക്കൊന്ന് എഴുതിയേക്കാം. 11 എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഇടുന്നത് 11.57% എന്നാണ് ഇടുന്നത്. സെയിം വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് തരും. കാരണം എന്താണ്? രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് ഒരേ വാല്യൂ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്ത് 1200 ഡിവൈഡഡ് ബൈ 16200 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 7.40% എന്ന് കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഒന്നും കൂടി എന്താണ്? 7500 ഡിവൈഡ് ബൈ 16200 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. എത്രയാണത്? 46.29% എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടിയിരുന്ന എല്ലാ പെർസെൻറ്റേജിനും നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടിയിരുന്ന പെർസെൻറ്റേജ് 23.14, 11.57, 11.57, 7.40, 46.29, ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് 100% ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. എന്താ വേണ്ടത്? ആംഗിൾ കണ്ടുപിടിക്കണേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ പെർസെൻറ്റേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 23.14 നമ്മൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ കിട്ടും. നമ്മൾ ഓരോന്ന് ചെയ്യാൻ പോകണേ. അപ്പോൾ 23.14 ഇൻറ്റു 3.6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും 83 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 83.3 ഡിഗ്രി. നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 83.3 ഡിഗ്രി എന്ന് വരുമ്പോൾ നിങ്ങൾ അതിന് 83 എടുത്താൽ മതി. 83.5 അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ റൗണ്ട് ചെയ്ത് 84 നോക്കുക. 5നെ താഴത്തേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്തിട്ട് 0ലേക്ക് തന്നെ മാറ്റുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള എമൗണ്ടുകൾ നമുക്ക് നോക്കാം. 11.57 ഇൻറ്റു 3.6 എന്ന് പറയുമ്പോൾ 41.6 കിട്ടും. 41.6 കിട്ടും. നമ്മൾ അതിൻ്റെ റൗണ്ട് ചെയ്തിട്ട് എന്താക്കുന്നു? 42 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. സെയിം നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, 42 ഡിഗ്രി എന്ന് കൊടുക്കും. കാരണം രണ്ടും ഒരേ അളവായതുകൊണ്ട് അല്ലേ. ഇനി 7.4 ഇൻറ്റു 3.6 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലോട്ടും 26.64 എന്നാണ്. നമ്മൾ റൗണ്ട് ചെയ്ത് 27 നോക്കുന്നു, 27 ഡിഗ്രി നോക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് റൗണ്ട് ചെയ്യാൻ നിർബന്ധമല്ല, നമുക്ക് റൗണ്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രൊട്ടക്ടറിൽ ഈ പറയുന്ന അളവുകൾ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് റൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 46.29 ഇൻറ്റു 3.6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 166.64. നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 167 ഡിഗ്രി എന്നാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ആംഗിളുകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു സർക്കിൾ വരയ്ക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലേ. ഒരു സർക്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നു, എന്നിട്ട് നമുക്ക് വേണ്ട അളവുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വൃത്തിയുള്ള സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊട്ടാക്ടർ അല്ല
കോമ്പസും പെൻസിലും ഒക്കെ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. ഫസ്റ്റ് നമുക്ക് വലിയ അളവായിട്ടുള്ള സേവിങ്സ് തന്നെ മാർക്ക് ചെയ്യാം, 167 ഡിഗ്രി അല്ലേ. അപ്പോൾ 167 ഡിഗ്രി വരുമ്പോൾ ഏകദേശം അറൗണ്ട് നമുക്കൊരു ഏകദേശം ഇത്ര ഒരു എമൗണ്ട് വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയാണ് 167 ഡിഗ്രി അല്ലേ. അതെന്തായിരുന്നു? നമ്മുടെ സേവിങ്സ് ആയിരുന്നു. അപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കുന്നു. നെക്സ്റ്റ് വൺ അടുത്ത വലുത് വരുന്നത് ഏതാണ്? 83 ഡിഗ്രി വരുന്ന ഫുഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ 83 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു ഇത്ര എമൗണ്ട് വരും. അപ്പോൾ അത് നമുക്ക് 83 ഡിഗ്രി എന്തിനു മാറ്റി വെക്കുന്നു? ഫുഡിന് മാറ്റി വെക്കുന്നു. ഓക്കെ, ഇനി ബാക്കി വരുന്ന എമൗണ്ടുകളൊക്കെ എത്ര? 42 2 വീതം വരുന്നു, പിന്നെ ഒരു 27 വരുന്നുള്ളൂ അല്ലേ. അപ്പം 42 22. ഓക്കെ, 42 അതായത് തുല്യ ഭാഗമായിട്ട് മുറിച്ചിട്ട് ഒന്നുകൊണ്ടും, അതായത് ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ഭാഗങ്ങൾ അല്ലേ. ഈ 42 ഡിഗ്രി ഏതിനായിട്ട് വന്നിരുന്നത്? ഒന്ന് ക്ലോത്തിനും മറ്റൊന്ന് ഹെൽത്തിനും വന്നതാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാം, ഹെൽത്തിന് വേണ്ടി 42ഉം അതേപോലെ ക്ലോത്തിങ്ങിന് വേണ്ടി 42ഉം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എഡ്യൂക്കേഷന് വേണ്ടി, ഓക്കെ, എഡ്യൂക്കേഷന് വേണ്ടി അവർ ചിലവാക്കുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് വേണമെങ്കിൽ പുറത്ത് എഴുതിക്കാം, അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുകയും ചെയ്യാം. 167 ഡിഗ്രി എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഫുഡിന് എത്രയായിരുന്നു? 83 ഡിഗ്രി അല്ലേ. 83 ഡിഗ്രി ഇതൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. ബ്രാക്കറ്റിൽ ഇത് എന്ത് ചെയ്യുക? കൊടുത്തു കഴിയുക. അപ്പോൾ ഇത്രയും മാർക്കിനുള്ളത്, ഓക്കെ, ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്, നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ 3 മാർക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്കറിയാം ഒരു മാർക്കും ചെറുതല്ല, കാരണം അത്രത്തോളം എഫേർട്ട് അതിൻ്റെ പിന്നിലെടുക്കാനുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, മാക്സിമം പൈ ഡയഗ്രത്തിൻ്റെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക, പൈ ഡയഗ്രത്തിന്റെ കൂടെ ബാർ ഡയഗ്രം കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്, ബൈ.